ആർ ശ്രീജിത്ത്, കൂടുതലായി ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് പ്രധാനമായും തെരച്ചിൽ ഇപ്പോൾ വ്യാപിപ്പിക്കുന്നത്? നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അനുമാനം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? സുജയ, കുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസിനെ കുഴക്കുന്നത് ഈ മാതാപിതാക്കളുടെ വ്യത്യസ്തമായ മൊഴികളാണ്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള വേർഷനാണ് ഈ കാണാതായതിനെ പറ്റി നൽകുന്നത്. കുട്ടിയുടെ സഹോദരൻ നൽകുന്ന മൊഴിയിലാണ് മഞ്ഞ സ്കൂട്ടറിലെത്തി ഒരാൾ മിഠായി കാണിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്നാൽ ഈ മാതാപിതാക്കളിൽ അച്ഛനും മുത്തശ്ശനും ഒപ്പം തന്നെ അവരെല്ലാം നല്ല മദ്യലഹരിയിലായിരുന്നു ഈ സമയത്ത്. അവർ 12 മണിയോടുകൂടി ഈ സംഭവം അറിയുകയും പിന്നീട് 2:30 പോലീസിനെ അറിയിക്കുന്നത്. 3 മണി മുതൽ പോലീസ് എല്ലാ ഭാഗത്തും ശക്തമായ തെരച്ചിൽ നടത്തി. പേട്ട സ്റ്റേഷൻ അടുത്തുള്ള കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടക്കം എല്ലാ സാധ്യതയുള്ള സ്ഥലങ്ങളിലും നടത്തി. ഇപ്പോൾ നമ്മൾ ഈ കുട്ടിയെ കാണാതായ സ്പോട്ടിലാണുള്ളത്. അതിന് തൊട്ടടുത്ത് വേളി ശംഖുമുഖം ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ്, അതിന് കിഴക്ക് ഭാഗത്തായി റെയിൽവേ ട്രാക്കുമാണ് ഉള്ളത്. ഈ നടുക്കുള്ള ഈ പാർക്കിംഗ് സ്പേസിൽ 2 ലോറികളും നിർത്തിയിട്ടിരുന്നു. ഈ ലോറിയിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഈ നാടോടി സംഘത്തെ അറിയുന്ന ആരെങ്കിലുമാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്ന് തന്നെയാണ്. കാരണം ഈ 3 കുട്ടികൾ കിടന്നതിൽ നിന്ന് ഈ 2 വയസ്സുകാരിയായ പെൺകുട്ടിയെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ ആളുകളെ പെൺകുട്ടിയാണെന്ന് അറിയുന്ന ആരെങ്കിലുമാണോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഈ പതിവായി ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, മറ്റ് ഈ മദ്യത്തിനും ലഹരിക്കും മറ്റും അടിമയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഈ മേഖലയിലുള്ളവരെയൊക്കെ തന്നെ പോലീസ് നിരീക്ഷണത്തിലും മറ്റുമാണ്. അത്തരം മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് പരിശോധനയും മറ്റും നടക്കുന്നത്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പരമാവധി തെളിവുകൾ തുമ്പ് കിട്ടുമോ എന്ന തരത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഇതുവരെയും അത്തരത്തിൽ ഒരു ക്ലിഞ്ചിങ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് പോലീസിനെ കുഴക്കുന്ന കാര്യം. എന്തായാലും ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. തൊട്ടടുത്ത് എയർപോർട്ടുണ്ട്, അതിനപ്പുറത്ത് ബ്രഹ്മോസിൻ്റെ നിർമ്മാണ കേന്ദ്രമുണ്ട്. ആ അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോലീസിനും വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സാധാരണ നിലയ്ക്ക് എപ്പോഴും പോലീസ് പട്രോളിംഗ് ഉള്ള ഏരിയ കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നത്. ആർ ശ്രീജിത്ത്, ഈ വ്യത്യസ്തമായ മൊഴികളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് വിവരങ്ങൾ കൈമാറുന്നതിൽ തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. അപ്പോഴാണ് ഈ പരിസരത്തുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിർണായകമായി മാറുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഈ കുഞ്ഞ് പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ തനിയെ നടന്നു പോകുന്നതോ അങ്ങനെയൊക്കെ പകൽ സമയത്ത് കണ്ടിട്ടുള്ള, ഈ കുഞ്ഞിനെ കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. നേരത്തെ ഒരു കരിക്ക് കച്ചവടക്കാരനെ കുറിച്ച് ശരത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പോലീസിന് ഗുണകരമാകുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടോ? സുജയ, ഇപ്പോൾ ഞാൻ ഇവർ കിടന്നിരുന്ന സ്ഥലത്തിന് അപ്പുറത്തൊരു ചെറിയ തട്ടുകട പോലെയുണ്ട്. ആ തട്ടുകടക്കാരൻ ഇവരെ 4 വർഷം മുമ്പ് തന്നെ ഇവിടെ വന്നപ്പോൾ അറിയുന്ന ആളാണ്. ആ കടക്ക് ഇപ്പോൾ നമ്മൾ അക്വാ ഗാർഡൻ എന്നൊക്കെ എഴുതി, ഹണീബി അക്വാ ഗാർഡൻ എഴുതി കാണിക്കുന്ന ആ കടയിലെ ആൾക്ക് ഈ നാടോടി സംഘത്തെ നേരത്തെ അറിയുന്നവരാണ്. കാരണം ഈ ഉയർന്ന ഹൈറൈസ് ബിൽഡിങ്ങുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ കൂടുവെക്കുന്ന തേനീച്ച കൂടുകൾ ഈ ആളുകൾക്ക് ഭീഷണിയാവുന്നതുകൊണ്ട് അത് എടുത്തു മാറ്റുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ നാടോടി സംഘം. 4 വർഷം മുമ്പും ഇതേ ജോലിക്കായി ഇവരുടെ എത്തിയപ്പോൾ ഇവിടെയാണ് അന്നും ടെൻറ്റ് കെട്ടി പാർത്തിരുന്നത്. ഇവരുടെ കൂടെ മറ്റ് സംഘങ്ങളുമുണ്ട്. അവർ പലയിടത്തായി ചിതറി കഴിയുകയാണ്. ഈ ആളുകൾക്കറിയാം. ഒപ്പം തന്നെ കരിക്ക് കച്ചവടക്കാരൻ ഇവരെ നേരിട്ടറിയാം. ഇന്നലെ വൈകുന്നേരം ഈ കുട്ടിയുടെ മുത്തശ്ശനും ഈ 2 വയസ്സുകാരി കുട്ടിയും കൂടി ഓൾ സയൻസ് കോളേജിന് ഓപ്പോസിറ്റുള്ള ജംഗ്ഷനിൽ ചായക്കടയിൽ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിയതായി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുമായിട്ട് ഇവർക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത്തരം ഒരു നല്ല വാംതായ റിലേഷൻസ് ഉള്ള ആളുകളാണ്. അപ്പം ഇന്നലെ അവിടെ പോയി ഈ കൊക്കക്കോള പോലുള്ള ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ ഭക്ഷണവും ഒക്കെ വാങ്ങിയതായി ആണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇവർ ഇന്നലെ വൈകുന്നേരം ഇവിടെയൊക്കെ, ഇന്നലെ ഞായറാഴ്ചയാണ്, ഇവർ പണിക്ക് പോയ ദിവസമല്ല, അവിടെയൊക്കെ നടന്നതായിട്ടുള്ള ആളുകൾക്കും അറിയാം. എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ശേഷം നടന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ കച്ചവടക്കാരെല്ലാം ഒരു രാത്രി 9 മണിക്ക് മുമ്പ് തന്നെ പൂട്ടി പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. ഈ നാടോടി സംഘം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ തന്നെ പുരുഷന്മാരും ഈ മുതിർന്ന സ്ത്രീയും നല്ലവണ്ണം മദ്യലഹരിയിലുമായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ വ്യത്യസ്തമായ മൊഴി വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ആൺകുട്ടി നൽകിയ മൊഴി മാത്രമാണ് ഈ മഞ്ഞ സ്കൂട്ടറിലെത്തിയ ആൾ മിഠായി കാണിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഈ കുട്ടിയെയും വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കുട്ടി ബഹളം വെച്ച് അറിയിച്ചതിന് ശേഷമാണ് ഈ മാതാപിതാക്കളും അമ്മുമ്മയും ഒക്കെ തന്നെ അറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെല്ലാം ഈ മൂത്ത കുട്ടിയുമായി അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ പാർക്കിംഗ് ലോഡിൽ നിർത്തിയിട്ടിരുന്ന ഈ 2 ലോറിയുണ്ട്, തമിഴ്നാട് ലോറിയാണ്. ഇവിടെ ഈ ലോറിയിലുണ്ടായ 2 ജീവനക്കാരെയും പേട്ട പോലീസ് ഇന്ന് വെളുപ്പിന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഈ പ്രദേശത്തെ മുഴുവൻ പൊന്തക്കാടുകളും ഈ ഓൾ സയൻസ് കോളേജ്
കോളേജിൻ്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50ഓളം ഏക്കർ വരുന്ന വിസ്തൃതിയുള്ള ഭൂമിയാണ്. ഇത് മൊത്തം പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഓക്കെ, ആർ അതോടൊപ്പം ഈ ശ്രീജിത്ത് അവിടെ തന്നെ പ്രദേശത്തെ തുടരുക. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഞാൻ വീണ്ടും എത്താം ആർ ശ്രീജിത്തിലേക്കും റോഷിപാലിലേക്കും പി ആർ പ്രവീണയിലേക്കും ശരത് കെ ശശിയിലേക്കും. 2 വയസ്സുകാരിയെ ഒരു നാട് തെരയുന്നു, പോലീസ് തെരയുന്നു. സമീപ ജില്ലകളിലേക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ആന്റണി രാജു MLA വ്യക്തമാക്കിയത്.